എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ സീന സിരിയുടെ പേരിൽ പോപ്പിന്റെ വീട്ടിൽ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു. അവളെ കണ്ട് തീ ആകെ ഷോക്കാകുന്നു. 2 ദിവസം മുന്നേ ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് നിന്നെ അലിനെ രക്ഷിച്ചത്. അന്ന് നിനക്കൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ, നീ പെട്ടെന്ന് എങ്ങനെ ഡിസേബിൾ ആയെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. തീയെ കണ്ട് സീനെ ഷോക്കാകുന്നുണ്ട്. പക്ഷെ അവൾ ആ സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്നു. നിനക്കെന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിച്ചാണ്. ഞാൻ നേരത്തെ മുതലേ ഡിസേബിൾ ആയിരുന്നു. തീക്ക് എന്നിട്ടും വിശ്വാസമാകുന്നില്ല. അവൻ ഞൊട്ടിനോട് നിനക്ക് സിരിയെ അറിയാമോ, ഇത് അവൾ തന്നെയാണോ എന്ന് വീണ്ടും ചോദിക്കുന്നു. എനിക്ക് സിരിയെ നന്നായിട്ട് അറിയാം, ഇത് അവൾ തന്നെയാണ്. എൻ്റെ ഹസ്ബൻഡിനെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തവളെ ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് ഞൊട്ടു പറയുന്നു. പോപ്പിന് സിരി എന്ന പേരുള്ള ഒരു മിസ്ട്രസ് ഉള്ള കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ പോപ്പ് അവളെ മാരി ചെയ്യുന്നും അവർക്കൊരു കുട്ടിയുണ്ടെന്നും കാര്യം ആർക്കും അറിയില്ലായിരുന്നു. സോ അതുകൊണ്ട് സിരിയെ ഞെട്ടും കണ്ടിട്ടുണ്ട്. പക്ഷേ അത്ര ഈസി ആയിട്ട് ഇത് സിരിയാണെന്ന് വിശ്വസിക്കാൻ ആരും തയ്യാറല്ലായിരുന്നു. കാരണം ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ പ്രോപ്പർട്ടിയുടെ കാര്യമാണ്. സോ അതുകൊണ്ട് അവർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് സിരിയെക്കുറിച്ച്. തൻ്റെ സിസ്റ്ററിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും സീനയ്ക്ക് അറിയാമായിരുന്നു. ആ ക്വസ്റ്റ്യൻസിനെല്ലാം അവൾ ഈസിയായിട്ട് മറുപടി പറയുന്നുണ്ട്. അതുമാത്രമല്ല, താൻ സീനിയാണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സോട് കൊണ്ടാണ് അവൾ വന്നിരുന്നത്. ആ ഐഡൻറ്റിറ്റി പ്രൂഫ്സ് എല്ലാം അവൾ അവരെ കാണിക്കുന്നു. ഫൈനലി ഇത് സിരിയാണെന്ന് അവരെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അവളെയും കൂട്ടി അവരെല്ലാവരെയും ഗസ്റ്റ് ഹൗസിലേക്ക് വരുന്നു. നിങ്ങളുടെ മാരേജ് കഴിയുന്നവരെ നീ ഈ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാൻ മദർ അവളോട് പറയുന്നു. എന്നിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഡോർ ലോക്ക് ചെയ്ത ശേഷം സീന സമാധാനമായി ശ്വാസം വിടുന്നു. ഫൈനലി എല്ലാം കഴിഞ്ഞു. ആർക്കും എന്നിൽ ഒരു ഡൗട്ടും തോന്നിയില്ല എന്ന് അവൾ പറയുന്നുണ്ട്. നിനക്ക് സത്യമായിട്ടും തോന്നുന്നുണ്ടോ? എന്നിൽ ആർക്കും ഒരു ഡൗട്ടും തോന്നിയില്ല എന്ന് ഞാൻ ചോദിക്കുന്നു. തീക്ക് എന്നെ ഇപ്പോഴും ഡൗട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം 2 ദിവസം മുന്നേ ഞാൻ അവനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അവൻ്റെ മനസ്സിൽ നിന്ന് ആ സംശയം മാറ്റണം. ഞാൻ സിരിയാണെന്ന് ഉറപ്പിക്കണം എന്ന് അവൾ പറയുന്നുണ്ട്. 2 ദിവസം മുന്നേ ആ ഗുണ്ടകൾ എന്നെ അറ്റാക്ക് ചെയ്ത് എനിക്ക് വേണ്ടിയായിരുന്നില്ല, സിരിക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഈ വീട്ടിൽ എൻ്റെ സിസ്റ്ററിനെ ഹർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആരോ ഉണ്ട്. എനിക്ക് അവരെ കണ്ടെത്തണം എന്ന് അവൾ പറയുന്നു. അതേസമയം തീയുടെ മനസ്സിൽ ഇപ്പോഴും ഡൗട്ടാണ്. എനിക്ക് ഉറപ്പാണ് 2 ദിവസം മുന്നേ ഞാൻ കണ്ടത് ഇവളെ തന്നെയാണ്. ഇവളെന്തിനാ എല്ലാവരോടും കള്ളം പറയുന്നത് ഡിസേബിൾ ആണെന്ന്? സത്യം എന്താണെന്ന് കണ്ടെത്തണമെന്ന് അവൻ മനസ്സിൽ വിചാരിക്കുന്നു. നെക്സ്റ്റ് സീനിൽ സീനിനെക്കുറിച്ച് ആലോചിച്ച് സിരി ഒരുപാട് വറീഡായിരുന്നു. സോ അവൾ കോൾ ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാം ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നു. നീ വറിയേണ്ട ആവശ്യമില്ല, ഇവിടെ എല്ലാം ഓക്കെയാണ്, ആർക്കും എന്നിൽ ഒരു ഡൗട്ടും ഇല്ല എന്ന് സീന പറയുന്നുണ്ട്. കാവു ആദ്യമായിട്ടാണ് തൻ്റെ അമ്മയിൽ നിന്നും ഇത്രയും നേരം മാറി നിൽക്കുന്നത്. സിരി ഒരുപാട് സാഡായിരുന്നു. നീ ഒന്നും പേടിക്കേണ്ടെന്നും കാവു ഞങ്ങളുടെ കൂടെ സേഫ് ആണെന്നും സീന സിരിയോട് പറയുന്നുണ്ട്. നീ ഇപ്പോൾ താമസിക്കുന്നത് പോപ്പിന്റെ വീട്ടിലാണ്, വളരെ കെയർഫുൾ ആയിരിക്കണം എന്ന് സിരിയ അവളോട് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ സിരി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ആലോചിച്ച് സീനയ്ക്ക് സംശയം തോന്നുന്നുണ്ട്. പക്ഷേ അവൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കുന്നതിന് മുന്നേ ഗുഡ് നൈറ്റ് പറഞ്ഞ് സിരിയെ കോള് കട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ ന്യൂട്ട് തന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഡോക്ടറിനെ കാണാൻ വന്നിരിക്കുകയാണ്, സൈക്കോളജിസ്റ്റിനെ. കാരണം അവൾ ഡിപ്രഷനിലായിരുന്നു. മാം, താങ്കളുടെ ഹസ്ബൻഡിന്റെ ആക്സിഡന്റ് താങ്കൾ മറക്കണം. എന്നാൽ മാത്രമേ ഈ സ്ട്രെസ്സിൽ നിന്ന് താങ്കൾക്ക് റിലീഫ് കിട്ടുമെന്ന് ഡോക്ടർ അവളോട് പറയുന്നുണ്ട്. അതെൻ്റെ ഹസ്ബൻഡായിരുന്നു. എൻ്റെ കൺമുന്നിൽ വെച്ചാണ് ഇത്രയും വലിയ ആക്സിഡന്റ് അദ്ദേഹത്തിന് സംഭവിച്ചത്. ഞാൻ എന്നെ ഇത് മറക്കുമെന്ന് ന്യൂട്ട് ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെയ്ത് താങ്കൾ ഈ ആക്സിഡന്റ് എല്ലാം മറന്ന് ലൈഫിൽ മൂവ് ഓൺ ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ഡിപ്രഷനിൽ നിന്ന് താങ്കൾക്ക് മോചനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ താങ്കളുടെ കണ്ടീഷൻ ഓരോ ദിവസം കഴിയും തോറും കോംപ്ലിക്കേറ്റ് ആകത്തേ ഉള്ളൂ എന്ന് ഡോക്ടർ പറയുന്നു. നെക്സ്റ്റ് സീനിൽ പോപ്പിൻ്റെ സിസ്റ്ററിൻ്റെ ഫാമിലിയാണ് കാണിക്കുന്നത്. സിസ്റ്ററിൻ്റെ മകളായ നിയോങ്ങും അച്ഛനും സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ്. എൻ്റെ ഫാദർ വളരെ ഹാൻഡ്സം ആണ്. അദ്ദേഹം എനിക്ക് പുതിയ പേഴ്സ് വാങ്ങിത്തന്നു. അദ്ദേഹം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പോപ്പിൻ്റെ സിസ്റ്റർ അവിടേക്ക് വരുന്നു. ഇവളുടെ പേര് പാ എന്നാണ്. പാ അവിടേക്ക് വന്ന് അവരെ 2 പേരെയും വഴക്ക് പറയുന്നു. നിങ്ങൾ 2 ആളും ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ആ തീയുടെ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് വല്ല ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തൻ്റെ മകളുടെ കയ്യിൽ പുതിയ പേഴ്സ് ഇരിക്കുന്നത് പാ ശ്രദ്ധിക്കുന്നു. ഇവൾ എന്താവശ്യപ്പെട്ടാലും അതെല്ലാം വാങ്ങിക്കൊടുത്ത് നിങ്ങളാണ് ഇവളെ ഇത്രയും നശിപ്പിക്കുന്നതെന്ന് പാ പറയുന്നു. അതിനിപ്പോൾ എന്താണ്, നമുക്ക് ആകെയുള്ള ഒരേ ഒരു മകളല്ലേ,
എക്സാമിന് ഇവൾ നല്ല മാർക്ക് വാങ്ങി, അതുകൊണ്ടാണ് ഞാൻ ഈ ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തതെന്ന് ഡാഡ് പറയുന്നു. ഇവൾ എന്നെയും നിങ്ങളെയും ഒരേപോലെ സ്റ്റുപ്പിഡ് ആക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ എക്സാമിന് പാസ്സായെന്ന് പറഞ്ഞ് ഇത്രയും എക്സ്പെൻസീവ് പേഴ്സ് വാങ്ങേണ്ട എന്താവശ്യമായിരുന്നു എന്ന് മദർ ചോദിക്കുന്നു. ഇവൾ നമ്മുടെ സ്വന്തം മകളാണ്. നമുക്കാകെ മകളെന്ന് പറയാൻ ഒന്നു മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞ് അത് വാങ്ങിക്കൊടുത്താൽ എന്താണ് പ്രശ്നമെന്ന് ഡാഡ് ചോദിക്കുന്നു. നിങ്ങളാണ് ഇവളെ ഇത്ര നശിപ്പിക്കുന്നതെന്ന് മദർ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ തീയും സിരിയയും 1 വർഷത്തേക്കുള്ള അവരുടെ മാരേജ് കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാൻ പോവുകയാണ്. ലോയേഴ്സും ഓഫീസേഴ്സും എല്ലാവരും അവിടെ വന്നിട്ടുണ്ട്. ദാരിക ഈ മാരേജ് കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്നത് മുടക്കാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ പറയുന്നു. പക്ഷേ തീ എന്നിട്ടും കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്നുണ്ട്. കാരണം ഇത് പോപ്പിൻ്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു. അവന് പോപ്പിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. തൻ്റെ ബ്രദർ ആവശ്യപ്പെട്ട കാര്യം അവൻ ഒരിക്കലും ചെയ്യാതിരിക്കില്ല. ഇവിടെ സീന വന്നിരിക്കുന്നത് ഫുൾ പ്രിപ്പയർ ചെയ്തിട്ടാണ്. സിരി എങ്ങനെ സൈൻ ചെയ്യുന്നതെല്ലാം അവൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അവൾ പ്രോപ്പറായിട്ട് ആ പേപ്പറിൽ സിരിയുടെ സൈൻ ചെയ്യുന്നു. കാരണം ഫ്യൂച്ചറിൽ തൻ്റെ സ്ഥാനത്ത് സിരിയെ വരുമ്പോൾ അവൾക്കൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. ഇതെല്ലാം കണ്ട് ദാരിയയ്ക്ക് ഒരുപാട് ദേഷ്യം വരുന്നു. അവൾ സീനയോട് ഒരുപാട് മോശമായി സംസാരിക്കുന്നുണ്ട്. റിയൽ സിരിയായിരുന്നെങ്കിൽ അതെല്ലാം കേട്ടോടെ ഇരിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ സിരിയുടെ സ്ഥാനത്ത് നമ്മുടെ സീനിയാണുള്ളത്. അവൾ നന്നായിട്ട് മറുപടിയും പറയുന്നു. കോൺട്രാക്റ്റ് സൈൻ ചെയ്ത ശേഷം തീ സീനയോട് നമ്മുടെ മാരേജ് കഴിഞ്ഞു, നീ ഗസ്റ്റ് റൂമിൽ നിന്ന് എൻ്റെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ അവൻ പറയുന്നുണ്ട്. ഇത് കേട്ട് സീന ഒന്ന് പേടിക്കുന്നു. ഞാൻ എന്തിനാ നിന്റെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. നീ ഇപ്പോൾ ലീഗലി എൻ്റെ വൈഫാണ്. എൻ്റെ വൈഫ് താമസിക്കേണ്ടത് ഗസ്റ്റ് റൂമിലല്ല, എൻ്റെ കൂടെ എൻ്റെ റൂമിലാണ്. അതുകൊണ്ട് നീ ഇന്നു മുതൽ എൻ്റെ റൂമിൽ താമസിക്കണമെന്ന് അവൻ പറയുന്നു. ഈ സീനിൽ തൻ്റെ സാധനങ്ങളുമായി സീന തീയുടെ റൂമിലേക്ക് വരുന്നു. ഇനി മുതൽ നീ കുറച്ച് കൂടുതൽ കെയർഫുൾ ആയിരിക്കണം. കാരണം നിന്റെ കൂടെയുള്ളത് തീയാണ്. അവന് നിന്നെ സംശയമുണ്ടെന്ന് നോൺ പറയുന്നു. അപ്പോൾ ദാരിക അവിടേക്ക് വരുന്നു. നീ ഇപ്പോൾ തീയുടെ ലീഗൽ വൈഫാണെന്ന കാര്യം സത്യമാണ്. പക്ഷെ നിന്നെ മാരി ചെയ്ത് അവന് മറ്റു വഴിയുമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരിക്കലും നിന്നെപ്പോലൊരു ഗേളിനെ അവൻ നോക്കുക പോലും ഇല്ല. നിന്നിൽ അവന് ഒരിക്കലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകില്ല. അവൻ നിന്നെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് ദാരിക പറയുന്നുണ്ട്. നീ ഈ പറയുന്ന തീയുടെ ലീഗൽ വൈഫാണ് ഞാനിപ്പോൾ. നീ ഇപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ റൂമിലാണ്. എനിക്ക് റെസ്റ്റ് ചെയ്യണം, നീ ഇവിടുന്ന് പോകാൻ അവൾ പറയുന്നു. ദാരികയ്ക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവൾ അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ മദർ തീയോട് നീ ആ ഗേളിനെ മാരി ചെയ്യാൻ ഒട്ടും ആഗ്രഹിച്ചല്ല, പിന്നെ ഇപ്പോൾ നീ എന്തിനാണ് അവളെ ഇത്രയും പെട്ടെന്ന് നിന്റെ റൂമിൽ കൊണ്ടുവന്നതെന്ന് മദർ ചോദിക്കുന്നു. മദർ, ഇവൾ സിരിയല്ലെന്ന് എനിക്ക് സംശയമുണ്ട്. സോ ഇവളുടെ സത്യം കണ്ടെത്താൻ വേണ്ടി ഫുൾ ടൈം ഞാൻ ഇവളെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് അവളെ റൂമിലേക്ക് കൊണ്ടുവന്നതെന്ന് അവൻ പറയുന്നു. ഇവിടെ ദാരിക തൻ്റെ ഫ്രസ്ട്രേഷൻ മുഴുവൻ ന്യൂട്ടനോട് പറയുന്നു. സിസ്റ്റർ, എങ്ങനെയെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യണം. എന്ത് ചെയ്തും എനിക്ക് തീയെ സ്വന്തമാക്കണമെന്ന് അവൾ പറയുന്നുണ്ട്. ന്യൂട്ട് ദേഷ്യത്തിൽ ദാരികയുടെ കയ്യിൽ പിടിച്ച് തീയുടെയും സിരിയുടെയും മാരേജ് കഴിയുന്ന കാര്യം നീ എത്രയും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു, നിനക്ക് അത്രയും നല്ലതാണ്. നിനക്ക് ഒരുപാട് ലൈഫ് ഇനിയും ബാക്കിയുള്ളതാണ്. എത്രയും പെട്ടെന്ന് തീയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നല്ലേന്ന് ന്യൂട്ട് പറയുന്നു. സിസ്റ്ററിന് എങ്ങനെ എന്നോട് ഇങ്ങനെ പറയാൻ തോന്നി? സിസ്റ്ററാണ് എന്നോട് തീയെ ഇഷ്ടപ്പെടാൻ പറഞ്ഞത്. ഞാനിപ്പോൾ തീയെ റിയലായിട്ട് ലൈക്ക് ചെയ്തു തുടങ്ങി. എന്നിട്ടിപ്പോൾ എന്നോട് മൂവ് ഓൺ ചെയ്യാൻ പറയാണോ? ഇനി ഒരിക്കലും എനിക്ക് അത് പറ്റില്ല. സിസ്റ്റർ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. തീ എൻ്റെ ഫുൾ ലൈഫാണ്, എൻ്റെ ഫ്യൂച്ചറാണ്. എനിക്കൊരിക്കലും അവനെ മറക്കാൻ പറ്റില്ലെന്ന് അവൾ പറയുന്നു. നെക്സ്റ്റ് സീനിൽ കാവു നോണിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിരിയ സീനെ കോൾ ചെയ്യുന്നു. പക്ഷെ സീന കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. കാരണം അവരുടെ കൂടെ തീയൻ റൂമിൽ ഇരിപ്പുണ്ടായിരുന്നു. കാവു ഇങ്ങനെ കളിക്കുന്ന വീഡിയോ സീന എടുക്കുന്നുണ്ട്. എന്നിട്ടത് സിരിയയ്ക്ക് അയച്ചു കൊടുക്കുന്നു. നീ വറിയേണ്ട ആവശ്യമില്ല, കാവു സേഫാണ്, ഇവിടെ ഹാപ്പിയാണെന്ന് അവൾ മെസ്സേജ് ചെയ്യുന്നു. ഇത് കാണുമ്പോൾ സിരിയയ്ക്ക് കുറച്ച് ആശ്വാസമാകുന്നുണ്ട്. അവൾ ക്രിറ്റിനെ കോൾ ചെയ്യുന്നുണ്ട്. നീ ഒന്നുകൊണ്ടും വറിയേണ്ട, സീനയുടെ കൂടെ അവളെ സപ്പോർട്ട് ചെയ്ത് ഞാൻ എപ്പോഴും അവിടെ ഉണ്ടായിരിക്കും. നീ പേടിക്കേണ്ട ആവശ്യമില്ല, അവർ സേഫായിരിക്കും എന്ന് ക്രിറ്റ് പറയുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ സിരിയ കുറച്ച് ആശ്വാസമാകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ സീന റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് തീ വന്ന് അവളുടെ വീൽ ചെയറിൽ പിടിക്കുന്നു. നീ എന്തായി ചെയ്യുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ അവളെ ആ വീൽ ചെയറിന് എടുക്കുന്നു.
നീ എന്തായി ചെയ്യുന്നത്? എന്നെ താഴെ ഇറക്കാൻ അവൾ പറയുന്നുണ്ട്. ഞാൻ നിന്റെ ഹസ്ബൻഡാണ്, അതും ലീഗലി. ഇനി ഇതെല്ലാം എൻ്റെ ഡ്യൂട്ടി അല്ലേ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. തന്നെ താഴെ ഇറക്കാൻ സീന പറയുന്നു. പക്ഷെ തീ ഒന്നും കേൾക്കാതെ അവളെ എടുത്തുകൊണ്ട് റൂമിലേക്ക് വരുന്നു. ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ആക്സിഡൻ്റലി രണ്ടുപേരും ബെഡിലേക്ക് വീഴുന്നുണ്ട്. ഇവിടെ രണ്ടുപേരുടെയും ഒരു ആക്സിഡൻറ്റ് കിസ് സീനും സംഭവിക്കുന്നു. സീനയ്ക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. അവൾ അവനെ പഞ്ച് ചെയ്യുന്നു. നീ എന്നിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ അവൾ അവനോട് പറയുന്നുണ്ട്. ഞാൻ എന്തിനാ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത്? ഞാനിപ്പോൾ നിന്റെ ഹസ്ബൻഡാണ്. നമ്മൾ രണ്ടുപേരും ഒരേ ബെഡിലെ കിടക്കേണ്ടതെന്ന് അവൻ പറയുന്നു. സീന ഫ്രസ്ട്രേറ്റായി എന്നിൽ നിന്നും നീ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ അവൾ വീണ്ടും പറയുന്നു. അവൻ അവളുടെ ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. 2 മിനിറ്റ് നീ വെയിറ്റ് ചെയ്യൂ, ഞാൻ പോയി ഷവർ ചെയ്ത് ഫ്രഷായി വരാമെന്ന് അവൻ പറയുന്നു. അപ്പോൾ അവിടേക്ക് നോൺ എൻട്രി ചെയ്യുന്നുണ്ട്. തീയും സീനയും ഇത്രയും ക്ലോസായി കാണുമ്പോൾ അവൾ ഒരുപാട് ഷോക്കാകുന്നുണ്ട്. ഞാൻ എന്തായി കാണുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. നിനക്ക് വേണമെങ്കിൽ നിന്റെ ഫ്രണ്ടിനോട് 2 മിനിറ്റ് സംസാരിക്കാം, ഞാൻ അപ്പോഴേക്കും ഫ്രഷായി വരാമെന്ന് പറഞ്ഞ് തീ വാഷ്റൂമിലേക്ക് പോകുന്നു. നോൺ സീനയോട് നിങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചത്? നിങ്ങൾ എന്താ ഇത്രയും ക്ലോസ് ആയിട്ട് ഇരുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഈ സൈക്കോ ഞങ്ങളുടെ കൂടെ ഈ റൂമിൽ സ്റ്റേ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അവൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ ഈ ഡ്രാമ എല്ലാം പൊളിയൂന്ന് എനിക്ക് പേടിയുണ്ടെന്ന് സീന പറയുന്നു. അപ്പോൾ തീ അവിടേക്ക് വരുന്നു. അവൻ ഡോർ നോക്ക് ചെയ്ത് നിങ്ങൾ രണ്ടുപേരുടെയും സംസാരം എല്ലാം കഴിഞ്ഞെങ്കിൽ വെളിയിലേക്ക് വരൂ, എനിക്ക് ഉറങ്ങണമെന്ന് പറയുന്നു. മനസ്സില്ല മനസ്സോടെ ആണെങ്കിലും നോൺ പോയി ഡോർ തുറക്കുന്നു. നിനക്കിന്ന് സുഖമായി ഉറങ്ങാം, ഇന്ന് രാത്രി എൻ്റെ വൈഫിനെ ഞാൻ ടേക്ക് കെയർ ചെയ്തോളാം എന്ന് അവൻ പറയുന്നുണ്ട്. തീ റൂമിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ സീന ബെഡിൽ കിടക്കുന്നു. ഈ ബെഡിൽ കിടക്കാമെന്ന് നീ സ്വപ്നം കാണുക പോലും വേണ്ട, ഇത് എൻ്റെ ബെഡാണെന്ന് അവൾ പറയുന്നുണ്ട്. നീ എന്ത് സ്റ്റുപ്പിഡ് കാര്യമാണ് ഈ പറയുന്നത്? ഈ വീട് എൻ്റെയാണ്, ഈ റൂം എൻ്റെയാണ്. അങ്ങനെ വരുമ്പോൾ ഈ ബെഡും എൻ്റെ അല്ലേ എന്ന് അവൻ ചോദിക്കുന്നു. സീന അവനെ വോൺ ചെയ്യുന്നു. എൻ്റെ പഞ്ച് നിനക്ക് ഓർമ്മയുണ്ടല്ലോ, അടുത്തേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ ഡബിൾ കിട്ടുമെന്ന് അവൾ പറയുന്നുണ്ട്. തീ എന്നിട്ടും അവളുടെ ക്ലോസ് ആയിട്ട് വരുന്നു. അവൾ പേടിക്കുന്നുണ്ട്. പക്ഷെ അവൻ ആ ബെഡിൽ നിന്ന് പില്ലോ എടുക്കുന്നു. പില്ലോ ഇല്ലാതെ ഞാൻ കൗച്ചിൽ എങ്ങനെ കിടന്ന് ഉറങ്ങുമെന്ന് ചോദിച്ച് അവൻ കൗച്ചിൽ പോയി കിടക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ലേറ്റ് നൈറ്റ് ആകുന്നു. തീ റൂമിലുള്ള കാരണം സീനയ്ക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ എന്നിട്ടും ഉറങ്ങുന്ന പോലെ അവൾ ആക്ട് ചെയ്യുന്നുണ്ട്. തീ എണീറ്റ് സീനയുടെ ബെഡിൻ്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് അവളെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. പെട്ടെന്ന് അവളുടെ കാലിലുണ്ടായിരുന്ന ആ പുതപ്പ് മാറ്റുന്നു. എന്നിട്ട് അവളുടെ കാല് അങ്ങോട്ടും ഇങ്ങോട്ടും ടേൺ ചെയ്യുന്നുണ്ട്. കാരണം തീക്ക് ഇപ്പോഴും സംശയമാണ്. 2 ദിവസം മുന്നേ താൻ സേവ് ചെയ്തത് ഈ ഗേളിനെയാണെന്ന് അവൻ ഉറപ്പായിരുന്നു. ഇവൾ ഡിസേബിൾ അല്ല, ഇവളുടെ കാലിന് ഫീലിങ്സ് ഉണ്ട്. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് തീ ഇതെല്ലാം ചെയ്യുന്നത്. തീ അവളുടെ കാല് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ടേൺ ചെയ്യുന്ന കാരണം അവൾക്ക് നല്ല പെയിൻ എടുക്കുന്നുണ്ട്. പക്ഷെ സീന ഒരു വിധത്തിൽ ആ പെയിൻ എല്ലാം കടിച്ചു പിടിക്കുന്നു. തീ അവിടെ എണീറ്റ് പോകുമ്പോൾ സീനയ്ക്ക് ഒരു വിധത്തിൽ ആശ്വാസമാകുന്നുണ്ട്. പക്ഷെ തീ വീണ്ടും വരുന്നു. എന്നിട്ട് അവളുടെ കാലിൽ ഇക്കിളിടുന്നുണ്ട്. ഇത് അവൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. സോ ഒരു രക്ഷയില്ലാതെ വരുമ്പോൾ അവൾ എണീറ്റുറക്കെ തീഫ് തീഫ് എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. ഇത് കേട്ട് തീയും പേടിക്കുന്നു. അവൻ അവളോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ടെങ്കിലും സീനയാകട്ടെ ഒന്നും കേൾക്കാതെ ഉറക്കെ തീഫെന്ന് വിളിച്ച് കരയുന്നു. ഈ ഒച്ചപ്പാടെല്ലാം കേട്ട് വീട്ടിലുള്ള എല്ലാവരും തീയുടെ റൂമിലേക്ക് വരുന്നു. ഇവിടെ കള്ളനൊന്നുമില്ല, ഇവൾ കള്ളം പറയുകയാണെന്ന് തീ പറയുന്നുണ്ട്. അപ്പോൾ വീട്ടുകാരെല്ലാവരും സീനയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. നീ എന്തിനാ തീഫെന്ന് വിളിച്ച് കരഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്നോടല്ല തീയോട് ചോദിക്കൂ, ഇത്രയും ലേറ്റ് നൈറ്റ് ഇവൻ എന്തിനാ എൻ്റെ ബെഡിൻ്റെ അടുത്തേക്ക് വന്നത്? ഞാൻ ഇവനെ കണ്ടപ്പോൾ തീഫാന്ന് വിചാരിച്ചു, അതുകൊണ്ട് ഉറക്കെ കരഞ്ഞെന്ന് അവൾ പറയുന്നുണ്ട്. ഇത് കേട്ട് വീട്ടുകാരെല്ലാവരും തീക്ക് നേരെ തിരിയുന്നു. നീ എന്തിനാ ഇത്രയും ലേറ്റായിട്ട് ഇവളുടെ ബെഡിൻ്റെ അടുത്തേക്ക് പോയെന്ന് അവരെല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ദാരികയും ഒരുപാട് ജലസാകുന്നു. നീ ഇനി ഈ റൂമിൽ സ്റ്റേ ചെയ്യേണ്ട, നീ മറ്റേതെങ്കിലും റൂമിൽ സ്റ്റേ ചെയ്യുന്നത് ബെറ്റർ എന്ന് അവൾ പറയുന്നുണ്ട്. ദാരിക പറയുന്നത് ശരിയാണ്, നീ വേറെ റൂമിൽ പോയി സ്റ്റേ ചെയ്യാൻ ഞൊട്ടും പറയുന്നു. ദാരിക തീയും കൂട്ടി അവിടുന്ന് പോകുന്നുണ്ട്. അവരെല്ലാവരും പോയ ശേഷം നോൺ സീനയോട് സത്യം പറ, നിങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചത്? നീ ഇതിനെ കള്ളം പറഞ്ഞ് എല്ലാവരുടെ ഉറക്കം കളഞ്ഞെന്ന് അവൾ ചോദിക്കുന്നു. തീ ഇവിടെ എൻ്റെ കാല് ചെക്ക് ചെയ്യായിരുന്നു, ഞാൻ ഡിസേബിൾ ആണോ അല്ലയോ എന്നറിയാനായിട്ട്. അവൻ്റെ മുന്നിൽ എൻ്റെ എല്ലാ സീക്രട്ടും ഇപ്പോൾ പൊളിയുമായിരുന്നു.
ഇതല്ലാതെ എൻ്റെ മുന്നിൽ വേറെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് സീന പറയുന്നു. നിന്റെ ഈ കരച്ചിൽ കാരണം കാവു എണീറ്റു. നീ പോയി അവന് സ്റ്റോറി പറഞ്ഞു കൊടുക്ക്. സ്റ്റോറി കേൾക്കാതെ കാവു ഉറങ്ങില്ലെന്ന് ഞാൻ പറയുന്നു. കാവു സിരിയെ മേയാന്നും സീനയെ മേനാന്നാണ് വിളിക്കുന്നത്. അവരുടെ രണ്ടുപേരുടെയും പേരിൻ്റെ ആ ലാസ്റ്റ് 2 ലെറ്റേഴ്സ് വെച്ചിട്ടാണ് കാവു അവരെ വിളിക്കുന്നത്. 2 പേരെ മേയ മേന അങ്ങനെയാണ് വിളിക്കുന്നത്. ഇവിടെ കാവു സീനയോട് മേന എനിക്ക് സ്റ്റോറി പറഞ്ഞു തരൂ, സ്റ്റോറി കേൾക്കാതെ എനിക്ക് ഉറക്കം വരില്ല എന്ന് പറയുന്നു. അപ്പോൾ അതുവഴി തീ നടന്നു പോകുമായിരുന്നു. ഇവർ 2 പേരും ഈ സംസാരിക്കുന്നത് അവൻ ഡോറിൻ്റെ അടുത്തുനിന്ന് കേൾക്കുന്നുണ്ട്. കാവു എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നു, പക്ഷേ നീ ഇത്ര ഡിമാൻഡ് ചെയ്തുകൊണ്ട് ഞാൻ സ്റ്റോറി പറഞ്ഞുതരാമെന്ന് അവൾ സമ്മതിക്കുന്നു. കാവു നോർമലി എല്ലാവരുടെ മുന്നിൽ വെച്ച് മേയാന്നാണ് സീനയെ വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം എല്ലാവരുടെയും മുന്നിൽ അവൾ സിരിയാണല്ലോ. പക്ഷേ പേഴ്സണലി കാവു അവളെ മേനാന്ന് വിളിക്കുന്ന കേട്ട് തീക്ക് സംശയം തോന്നുന്നു, ഈ മേന ആരാണെന്ന്.